എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് വരുമ്പോൾ അവർ മാത്രമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി, അതും പൂളോട് കൂടിയ ഒരു പ്രൈവറ്റ് വില്ല ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു വില്ലയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വയനാട് കേണിച്ചിറയാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഒരു അടിപൊളി സ്ഥലമാണിത്. ചുറ്റുപാടും റബ്ബർ മരങ്ങളും, അതുപോലെ ഈ പ്രോപ്പർട്ടിയുടെ താഴെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി ചെറിയൊരു റിവറും ഉണ്ട്. അതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഹൈലൈറ്റ് തന്നെയാണ്. എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നരാസി റിവർ സ്റ്റേ എന്നാണ് ഈ പ്രോപ്പർട്ടിയുടെ പേര് വരുന്നത്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ള ഒരു പുൽമൈതാനമാണ് ഇവിടെ കാണാൻ നിങ്ങൾക്ക് കഴിയുക. അതുപോലെ മനോഹരമായിട്ട് കിഡ്സ് പാർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടയർ ക്ലൈംബാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അത്യാവശ്യം വേണ്ട കിഡ്സ് പ്ലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്വിങ്സും അതുപോലെ സീസോ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് ഈ പ്രോപ്പർട്ടിയിലെ പൂൾ കേട്ടോ. അത്യാവശ്യം വലുപ്പമുണ്ട്. നല്ല കാണാൻ ഭംഗിയായിട്ട് ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ടുള്ള, ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പൂളാണ്. ശരിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടി കാണുമ്പോൾ ഒരു പഴയ നാലുകെട്ടിൻ്റെ ഒരു രൂപമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഇതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഫ്രണ്ടൊക്കെ നല്ല മനോഹരമായിട്ട്, ഇതിൻ്റെ എൻട്രൻസ് ഒക്കെ മനോഹരമായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഈ പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു നടുമുറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ തന്നെ ലിവിങ് ഏരിയയിലാണ് ടിവിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോഫ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ ഈ ലിവിങ് ഏരിയൻ്റെ കുറച്ച് മുന്നോട്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നടുമുറ്റത്തിലാണ് ഒരു ബുദ്ധൻ്റെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. പെബിൾസ് ഒക്കെ ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെയുള്ള ഒരു ബെഡ്റൂമാണിത്. നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടോട്ടൽ 4 ബെഡ്റൂംസ് ആണ് ഇവിടെ വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയുള്ളത്. ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ എന്ന് വെച്ചാൽ നമ്മൾ ക്യാമ്പ് ഫയർ ഏരിയയ്ക്കുള്ള വ്യൂവും അതുപോലെ റിവർ സൈഡിലേക്കുള്ള വ്യൂ ആണ് വരുന്നത്. ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ഇൻഡോർ ഗെയിംസ് വരുന്നത്. ഇൻഡോർ ഗെയിംസിൽ ക്യാരംസും അതുപോലെ ചെസ്സും ചെറിയ ചെറിയ ഗെയിംസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ റിവർ സൈഡ് കാണാൻ പറ്റും. ഒരു ഫോറസ്റ്റിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇത് കോമൺ കിച്ചണാണ്. ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത്. അതുപോലെ ചെറിയൊരു ഫ്രിഡ്ജും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഒരുപാട് 50 പേർക്കൊക്കെ മാക്സിമം സ്റ്റേ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടുന്നത്. അതിനുള്ള എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മാക്സിമം ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ഇത്. പിന്നെ നമ്മൾ കുറച്ച് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഈ പ്രോപ്പർട്ടിയിലെ ഡൈനിങ് ഏരിയയും കാര്യങ്ങളൊക്കെ താഴെയാണ് വരുന്നത്. ഇവിടുത്തെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക് ഡേയ്സിലാണെങ്കിൽ നമുക്കൊരു മിനിമം 15 പേര് വേണം. 15 പേരാണെങ്കിൽ ഒരാൾക്ക് 1200 രൂപയാണ് ഇതിന് വീക്ക് ഡേയ്സിൽ വരുന്നത്. ഇവിടുത്തെ DJ റൂമാണ് ഈ കാണുന്നത്. DJ ഹാളാണ് ഇത്. അതുപോലെ ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ ചില ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എല്ലാവരും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ബുക്കിങ്ങും മറ്റുമായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. വീണ്ടും കാണാം. ബൈ.